പണയം വെക്കാനും വിൽക്കാനും പറ്റാതെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഗോൾഡ് അണിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. എവിടെയാണെന്നറിയോ? എടക്കര ദുബായ് മാളിലുള്ള പ്ലാസി ബ്യൂട്ടിക്കിലാണ് ഞാനിന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് മക്കളെ, ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ. നമ്മൾ സ്വർണം അങ്ങോട്ട് മാറി നിൽക്കും. അമ്മാതിരി ഐറ്റങ്ങൾ കണ്ടങ്ങൾ. എത്ര കാലം വേണമെങ്കിലും യൂസ് ആക്കാം. നമുക്ക് ഇവിടുന്ന് ഇതേ നമ്മൾ വാങ്ങിക്കൊണ്ടു പോകുന്ന അതേ കളറിലും അതേ രൂപത്തിൽ നമുക്ക് വീണ്ടും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കെട്ടിയന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് വിൽക്കട്ടെ, ഇതൊന്ന് പണയം വെക്കട്ടെ എന്ന് ചോദിക്കണതിനൊക്കെ എന്താ പറയുക, അതിനൊന്നും പറ്റിയതല്ല എന്ന് നമുക്ക് മറുപടി പറഞ്ഞ് നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങാൻ പറ്റിയൊരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എല്ലാവിധ ഐറ്റം കാര്യങ്ങളും ഉണ്ട്. എന്ത് ഭംഗിയില്ല എന്നൊക്കെ ഉണ്ടോ. ചെറുത് വലുത് ഇടത്തരം ഒക്കെ ഉണ്ട്. നല്ല പുതുപെണ്ണുങ്ങൾക്ക് നല്ല അണിഞ്ഞൊരുങ്ങാൻ പറ്റിയ ഒരേ ഒരു ഐറ്റം. ഇപ്പോഴത്തെ നമ്മുടെ സ്വർണ്ണവില അനുസരിച്ച് നമ്മൾ ആരും അധികം സ്വർണ്ണം കാര്യങ്ങളൊന്നും വാങ്ങൂല. ഇപ്പോൾ കല്യാണ പാർട്ടികൾക്കൊക്കെ എന്താ ചെയ്യാന്ന് നമ്മൾ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ കട അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. എന്താ ഭംഗി കണ്ടില്ലെങ്കിൽ, ലൈറ്റ് വെയിറ്റ് ഉണ്ട്, അല്ലാതെ ഹെവി വർക്കുള്ളതുണ്ട്, എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോന്നോളി. ഇവിടുന്ന് അങ്ങോട്ട് വാങ്ങിയാൽ നമ്മളിത് പെട്ടെന്ന് കളറ് പോകുമോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ഉള്ള ചിന്തയിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ചിന്ത വേണ്ട കേട്ടോ. കാരണം നമ്മൾ എത്ര ഇത് കളറ് മങ്ങി എത്ര ഇത് പോയാലും ഇവർ ഫുൾ ഗ്യാരണ്ടിയിൽ നമുക്കിത് തരുന്നുണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് വാങ്ങിച്ചത് അതേ രൂപത്തിൽ ഇവർ നമുക്ക് ചെയ്തു തരുമെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇതിന് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ നിൽക്കുന്ന കാക്ക നമുക്ക് പറഞ്ഞു തരും. ഇതൊന്ന് കേട്ടോ കേട്ടോ. 6 മാസത്തെ ഗ്യാരണ്ടി, 6 മാസത്തല്ല 6 മാസത്തെ ഗ്യാരണ്ടി ഇത് ഒക്കെ പറയുന്നുണ്ട്. ഇനി ഇതെങ്ങനെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റിന് ഇത് കൊടുക്കുന്നത്, സാധാരണ നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റിന് ഇത് കൊടുക്കുന്നത്. ഇത് വീണ്ടും റീകളർ ചെയ്യുന്നതിന് എല്ലാ സ്ഥലത്തും ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇതിന്റെ റീകളറിങ്ങിന്റെ പൈസ കൂടി വാങ്ങി വെച്ചിട്ടാണ് ഇത് 6 മാസത്തെ ഗ്യാരണ്ടി എല്ലാവരും കൊടുക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞങ്ങൾ ഹോൾസെയിൽ റേറ്റിന് കൊടുത്തിട്ട് വീണ്ടും റീകളറിങ് കൊണ്ടുവരുവാണെങ്കിൽ, അതിന് ഒരു വർഷം കഴിഞ്ഞിട്ട് കൊണ്ടുവരാണെങ്കിലും നിങ്ങൾക്ക് അതിനൊരു ചെറിയ പൈസ, എന്താ ഒരു ചെയിൻ്റെ മുകളിൽ ഒരു 100 രൂപ 120 രൂപ ഒക്കെ വരുള്ളൂ. അത് അടച്ചാൽ വീണ്ടും അടച്ചാൽ നിങ്ങൾക്ക് റീകളറിങ് ചെയ്തത്. അങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്. അതായത് പക്കാ ഹോൾസെയിൽ റേറ്റായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാ സാധനങ്ങളും ഗ്യാരണ്ടി ഉള്ള സാധനങ്ങൾ തന്നെ. റോസ് ഗോൾഡ് ഉണ്ട്, റോസ് ഗോൾഡ് ഗ്യാരണ്ടിയാണ്. പിന്നെ ഈ സ്റ്റഡുകൾ, ഈ ഇങ്ങനെയുള്ള നെക്ലേസ്, ഇതെല്ലാം ഗ്യാരണ്ടി ആയിട്ടാണ്. എല്ലാം ഗ്യാരണ്ടി ആയിട്ടാണ്. ഇതൊക്കെ റീകളറിങ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ തന്നെ. എല്ലാ സാധനങ്ങളും റീകളറിങ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവിധ ഐറ്റം സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ റിങ്ങാണ് അല്ലേ? റിങ് ഉണ്ട്, വളകളുണ്ട്, സ്റ്റോൺ വളകളുണ്ട്, സ്റ്റോൺ ആയിട്ടുള്ളത്. ഇപ്പൊ പോന്നോളി ഇപ്പൊ സ്വർണ്ണം നമ്മള് വാങ്ങൂല അല്ലേ? അപ്പൊ സ്വർണത്തിന്റെ അതേ പണിയില് മൊത്തത്തിൽ ഞങ്ങളിപ്പോ പൈസ വാങ്ങാത്ത ചില ആളുകള് നമ്മള് റീകളറിങ്ങിന് കൊണ്ടുവരില്ല, ചിലര് കൊണ്ടുവരില്ല. നിങ്ങളെ പൈസ വെറുതെ ഞങ്ങളെ വെട്ടിയിൽ കിടക്കും. അത് ശരിയുള്ള കാര്യമല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വരികയാണെങ്കിൽ അന്നേരം തന്നാൽ മതി പൈസ. അന്നേരം അതിനെന്താണോ ആവുന്നത് അത് മാത്രം. കാരണം ഞങ്ങൾ വേറെ പിന്നെ സർവീസ് ചാർജ് മറ്റൊന്നുമില്ല. നിങ്ങൾക്കത് അതിന്റെ അതിന്റെ ആ പൈസ അടച്ചിട്ട് കൊടുക്കും. ചില ആളുകൾ എന്താ ഈ പൈസ ഈ സാധനം കൊണ്ടാൽ പിന്നെ തിരിച്ചു വരില്ല. തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങളെ പൈസ വെട്ടിയിൽ അർഹതയില്ലാത്തവരെ കിടക്കും. അത് വേണ്ട എന്നുള്ളതിലാണ് പക്കാതിൽ പോകുന്നത്. എല്ലാരും വരും കേട്ടോ. കണ്ടില്ലെങ്കില് ഇപ്പത്തെ പുതിയ എണ്ണാക്കൊക്കെ പറ്റിയതാണ്. നമ്മൾ ജ്വല്ലറിക്കൊന്നും പോവില്ല ഇപ്പത്തെ അവസ്ഥയില്. അപ്പോൾ എല്ലാരും ഇങ്ങോട്ട് വരിക. പണയം വെക്കാനും വിൽക്കാനും പറ്റൂല എന്നുള്ളൂ, അണിഞ്ഞൊരുങ്ങി നടക്കാമല്ലേ. സൂപ്പറായി.